ഈ വഴി യാത്ര ചെയ്തപ്പോഴാണ് വെള്ളക്കല്ല് വെച്ചുള്ള ഓണാഘോഷ പരിപാടികൾ അതിൽ ഭാഗമാകാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. ഈ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ കൂടി ചിന്തിച്ചപ്പോൾ പഴയകാല ഓർമ്മകളും ചിന്തകളും എല്ലാം എന്നെ മതിക്കുകയാണ്. നാടൻപന്ത് കളിയും ഓണാഘോഷവും എല്ലാം ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു. അതെല്ലാം കൈമോശം വരാതെ സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരും വലിയവരും ഒന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഇറങ്ങി ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന നല്ല ഒരു രംഗത്താണ് ഞാനിവിടെ എത്തിയത്. വലിയ സന്തോഷമുണ്ട്. മലയാളികളുടെ മനസ്സിൽ എന്നും മതിച്ചു നിൽക്കുന്ന ഓണത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അയവിറക്കാൻ കഴിയുന്ന നല്ല സാഹചര്യങ്ങളെ സ്നേഹത്തോടെയും സാഹചര്യത്തോടെയും സമൃദ്ധിയോടെയും പ്രത്യാശയോടെയും കാണുന്നൊരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അത് എവിടെയാണെങ്കിലും, വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും മലയാളി മനസ്സിൻ്റെ ഉള്ളിലെ സന്തോഷമാണത്. ഏറെ ദുഃഖം പേറുമ്പോഴും ത്യാഗം സഹിക്കുമ്പോഴും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും ഓണത്തിൻ്റെ 2 ദിവസം മാറ്റിവെച്ചിട്ടുള്ള കാര്യം ബാക്കിയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടെ ഇറങ്ങുന്നവരാണ് കാണാൻ കഴിയുന്നതിൽ ഏറ്റവും ഭൂരിഭാഗവും. ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വഴി കടന്നു വന്നപ്പോൾ ഇവിടെ നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. നാട്ടുകാരെയും അയൽവാസികളെല്ലാം ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. വളരെയേറെ സന്തോഷമുണ്ട്. ഇവർക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നമ്മുടെ നാടിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഓണം വരും കാലങ്ങളിലും ഇതിന് സമർത്ഥമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാം പരിരക്ഷകൾ കൊടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ സപ്ലൈകോ മാർക്കറ്റിലാണെങ്കിൽ പോലും നല്ല നിലയിൽ സാധനങ്ങൾ ധാരാളം ലഭ്യമാകുന്നൊരു സ്ഥിതിയാണ് കേരളത്തിലുണ്ടായത്. ഞാനത് സൂചിപ്പിച്ചല്ലോ, ലാഭനഷ്ടത്തിന്റെ കണക്കല്ല ഓണത്തിന്റെ സന്തോഷം. അത് സർക്കാരും സർക്കാരിതര ജീവനക്കാരും തൊഴിലാളികളും മുതലാളിയും എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഓണത്തെ എതിരേൽക്കുന്നത് ഒരു സൗമനസ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് ഓണം ഒരിക്കലും ഒരു ആവലാതിയുടെ മറവിൽ നിൽക്കുന്നില്ല. ഓണ സന്തോഷത്തിന്റെ തകവിൽ സൂക്ഷിക്കുകയാണ് മലയാളികളുടെ ഹൃദയം. ഈ കരൂർ പഞ്ചായത്തിലെ ഈ വെള്ളക്കല്ല് എന്ന ഈ ഒരു ചെറിയ ജംഗ്ഷനിലെ ഒരു വളരെ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് സ്നേഹിതന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഓണാഘോഷം. എല്ലാ വർഷവും ഈ ഓണാഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. ഈ കൊല്ലവും അതുപോലെ തന്നെ നമ്മുടെ വെള്ളക്കല്ല് ഈ ഒരു ജംഗ്ഷൻ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ വളരെ വലിയ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. പല പരിപാടികളിലും മിമിക്രികളിലാണേലും അല്ലെങ്കിൽ നാടൻ പാട്ടിലാണേലും അതുപോലെ കളരിപ്പയറ്റിലാണേലും അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ തന്നെ നാടകം സ്വന്തമായിട്ട് എഴുതുകയും ആ നാടകം സമീപ പ്രദേശങ്ങൾ അമ്പലങ്ങളിൽ അഭിനയിക്കുന്നവരെ ഉള്ള ഒരു ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു സ്ഥലമാണിത്. തീർച്ചയായും ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും അതൊരു സാഹോദര്യവും കൂട്ടായ്മയും ഒരു ഐക്യത്തിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു പരിപാടി വളരെ ആഘോഷമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടി എല്ലാ വർഷവും നടത്തുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഈ കൂട്ടായ്മ തുടർന്നും പോകട്ടെ. അതിന് തമ്പുരാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. നമസ്കാരം. ഞാൻ മനോജ് പാല. എൻ്റെ നാട് വെള്ളക്കല്ലാണ്. പാലായിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്ത് വെള്ളപ്പുര വെള്ളക്കല്ല് എന്ന് പറയുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ വെള്ളക്കല്ല് പൗരസമിതിയുടെ ഓണാഘോഷ പരിപാടിയോട് അനുബന്ധിച്ച് ഞാൻ ഇന്നിവിടെ മഹാബലിയായി വേഷം ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. ഞാൻ ഭീമൻ രവിച്ചേട്ടൻ്റെ അപർണായിട്ടാണ് കേരളം അങ്ങോളം ഇങ്ങോളം പ്രോഗ്രാം ചെയ്തു വരുന്നത്. മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ് എന്നീ ചാനലുകളിൽ കൂടി ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നെ അറിയാം, മിമിക്രിക്കാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ റോഷി ആശൻ ചേട്ടൻ ഇവിടെ വന്നിരുന്നു. റോഷി ആശൻ ചേട്ടൻ ഞാൻ വിളിക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല കേട്ടോ. ഞങ്ങൾ അതുപോലെ കളിച്ചു വളർന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ആളായതുകൊണ്ടാണ് നമ്മുടെ മിനിസ്റ്റർ റോഷി ആശൻ. അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ ഞങ്ങൾ ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇവിടെ യാതൊരു വക ജാതിയോ മതങ്ങളോ വർണ്ണ വ്യത്യാസമില്ലാതെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് വെള്ളക്കല്ല് പൗരസമിതി. അതുകൊണ്ട് എല്ലാവരോടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ മനോജ് പാലായുടെ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. കരൂർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് നെച്ചിപ്പുഴയിലെ വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ പേര് മോളി ടോമി. ഈ വർഷത്തെ ഓണാഘോഷം ഏറ്റവും വിപുലമായ രീതിയിൽ വെള്ളക്കല്ല് പ്രദേശത്ത് നടത്താൻ എല്ലാവരും കൂടി ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ജനങ്ങളും കൂടി തീരുമാനിച്ച് നടത്തപ്പെടുകയാണ്. അതിൽ ഏറ്റവും വലിയ അഭിമാനമുണ്ട് എനിക്ക്. കാരണം ഞാൻ ഇതിലെ കടന്നു പോകുമ്പോൾ എന്നോട് ഇവർ പറയാറുണ്ട് സ്നേഹപൂർവ്വം ഇതിലെല്ലാം പങ്കെടുക്കണം എന്നൊക്കെ. അപ്പോൾ അതിന് പ്രകാരം ഞാൻ ഇവിടെ എത്തിച്ചേർന്നതാണ്.
ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിലെ ജനങ്ങളെല്ലാം എന്നോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. പരമാവധി എനിക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും, ഈ 3-ാം വാർഡ് നെച്ചിപ്പുഴൂരിൽ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെയുള്ള ഇനിയുള്ള കാലങ്ങളിലും അതിന് മറ്റുള്ളവർക്കും ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നും, അതുപോലെ തന്നെ ഈ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു.